ഇവിടെ വരുമ്പം ഈ ഒരു ഐറ്റം മിസ്സായി പോരുത് കേട്ടോ. മിസ്സായി പോയാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. കാട പ്രത്യേകിച്ച് പറയേണ്ട സാധനം. അടിപൊളി അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടത് പോർക്കും ബീഫും ചേട്ടാ. പോർക്കും ബീഫും. ഈ മസാല വേറെ ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ. ഇത് ഇവിടെ തന്നെ കിട്ടും. നെല്ലിമൂട് ഒരു ഷാപ്പുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒരു കിടിലൻ ഷാപ്പുണ്ട്. നമുക്ക് ഷാപ്പിലെ വിശേഷങ്ങളായിട്ട് അങ്ങോട്ട് പോവാം. കുട്ടനാടിൻ്റെ രുചി വിളമ്പുന്ന ഒരു കിടിലൻ ഷാപ്പ് നമ്മുടെ ബാലരാമപുരം നെല്ലിമൂട്ടിലുണ്ട്. ഷാപ്പിലെ കറിയും നാവിലെ രുചി. ഇങ്ങനെ ഒരു ഷാപ്പ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ആരും ഇതുവരെ അറിഞ്ഞിരുന്നില്ല. പോർക്ക് ഫ്രൈ, മുയൽ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, താറാവ് മപ്പാസ്, തലക്കറി, കൊഞ്ച് ഫ്രൈ, കണവ റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിഭവങ്ങളാണ് ഈ ഷാപ്പിലുള്ളത്. നമ്മുടെ ടേബിളിന് മുന്നിൽ ഈ വിഭവങ്ങളെല്ലാം നിരന്നപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാം ഒന്നിനൊന്നും വെച്ച്. കുട്ടനാടിലെ ഒരു ഷെഫാണ് ഈ ഷാപ്പിലെ പാചകത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിനെല്ലാം കുട്ടനാടിൻ്റെ ടേസ്റ്റ് ഉള്ളത്. ഇവിടുത്തെ കണവ റോസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെയും ഇങ്ങനത്തെ കണവ റോസ്റ്റ് കഴിച്ചിട്ടില്ല. ക്വാണ്ടിറ്റിയിലൊന്നും യാതൊരു കുറവുമില്ല. പിന്നെ എല്ലാ ഷാപ്പിലെയും മെയിൻ ഐറ്റമാണ് ഈ തലക്കറി, നെമ്മീൻ ചൂരയുടെ തലക്കറി. തേങ്ങ ഒട്ടും അരച്ചു ചേർക്കാതെ കുടംപുളി ഇട്ട നല്ല തലക്കറി. ഇതാണ് ഈ ഷാപ്പിലെ ഹൈലൈറ്റ്. ഒരു കാരണവശാലും ഇവിടെ വരുമ്പം ഈ ഒരു ഐറ്റം മിസ്സായി പോരുത് കേട്ടോ. മിസ്സായി പോയാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഐറ്റങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അതാ ഞണ്ട് റോസ്റ്റാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഞണ്ടാണ് കേട്ടോ. തീരെ ചെറിയ ഞണ്ടൊന്നുമില്ല, അടിപൊളി വലിയ ഞണ്ടാണ്. നിങ്ങൾക്ക് കോരുമ്പോൾ കാണാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു ഐറ്റമാണ് കാട ഫ്രൈ. ഈ കാട ഫ്രൈ പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. കാട ഫ്രൈ മാത്രം കഴിക്കാൻ വരുന്ന ഒരുപാട് കസ്റ്റമർ ഈ ഷാപ്പിലുണ്ട്. ഈ വിഭവങ്ങളെല്ലാം കണ്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാചക രീതി എന്നറിയാൻ വേണ്ടി ഞങ്ങളും അങ്ങനെ പാചകപ്പുരയിൽ കയറി. അപ്പോഴാണ് അവിടെ ഒരു വെറൈറ്റി മപ്പാസ് കറി വെക്കുന്നത് കണ്ടത്. ഇതിവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമാണ് താറാവ് മപ്പാസ് കറി. അതും പച്ച കുരുമുളകിൽ തയ്യാറാക്കിയ താറാവ് മപ്പാസ് കറി. മറ്റൊരിടത്തും കിട്ടില്ല ഇങ്ങനെ ഒരു താറാവ് കറി. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വരികയാണെങ്കിൽ നല്ല കപ്പയും കൂട്ടി കഴിക്കാം. ഇത് ബീഫ് ഫ്രൈ ആണ്. അടിപൊളി ഐറ്റം. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള പോർക്ക് ഫ്രൈ. ഇതും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ കണവ റോസ്റ്റ്. അത് നോക്കിയേ, എല്ലാത്തിനെയും എല്ലാം കണക്കുള്ള റോസ്റ്റാണ് കണവ റോസ്റ്റ്. ഇത് താറാവ് മപ്പാസാണ് കേട്ടോ. അടിപൊളി പച്ചക്കുരുമുളക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കുരുമുളകിൻ്റെ വെറൈറ്റി ഐറ്റം. മുയൽ പെരട്ടാണ് കേട്ടോ. അടിപൊളി ഐറ്റം. ഇത് നാടൻ കോഴി പെരട്ടാണ്. ഒറിജിനൽ നാടൻ കോഴിയാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. നല്ല ഫേമസ് ആയ ഷാപ്പിൽ ഞാൻ പോയി കക്ക ഇറച്ചി ചോദിച്ചു. അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഇത് ആലപ്പുഴയുടെ സ്വന്തം കക്ക ഇറച്ചിയാണ്. നല്ല കുടംപുളി ഇട്ട കേരച്ചൂരക്കറി. അത് വേറൊരു ഐറ്റം. പിന്നെ ടൈഗർ കൊഞ്ചാണ്. അതിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ. അതും വേറൊരു ലെവലാണ്. ഷാപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഇത് തലക്കറി. ഇത്രയും വലിയ തലക്കറിയുണ്ട്. ഇതിന് മേളോട്ടുള്ളതുണ്ട്. ഇപ്പം നമ്മൾ ഇതേ എടുത്തോളൂ. ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഫുഡെന്ന്? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളിയായിട്ടാണ്. നമ്മളിപ്പോൾ കാട വാങ്ങിച്ച്, വേറെ ബീഫ് ഫ്രൈ, പോർക്ക്, മീൻ എല്ലാം വാങ്ങിച്ച്. കള്ളൊക്കെ അടിപൊളിയാണ്. കള്ളും മീനും. കാട പ്രത്യേകിച്ച് പറയേണ്ട സാധനം. അടിപൊളി 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 അടിപൊളിയാണ്. അടിപൊളി സൂപ്പർ. ഇവിടെ എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടത് പോർക്കും ബീഫും ചേട്ടാ. പോർക്കും ബീഫും പൊളി, അടിപൊളി. പോർക്ക് പിന്നെ ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. പൊളി സാധനമാണ്. ഫുഡൊക്കെ കൊള്ളാം. അടിപൊളി. അടിപൊളി. എന്തൊക്കെ ഐറ്റം കഴിച്ചു? ഞാൻ ബീഫ് കഴിച്ചു, പിന്നെ കപ്പ കഴിച്ചു. സൂപ്പറായി. ഇതാണ് ഇവിടുത്തെ താറാവ് മപ്പാസ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. എരിയൊക്കെ വളരെ വലിയ എരിയൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റിയാണ്. ഒറിജിനൽ ഇറച്ചിയാണ്, ഒറിജിനൽ മീറ്റാണ് താറാവിൻ്റെ. ഈ മസാല വേറെ ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ. ഇത് ഇവിടെ തന്നെ കിട്ടത്തുള്ളൂ. കാരണം അടിപൊളി ഐറ്റം. ഇത് ഈ ഷാപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം നമുക്ക് ഈ ഷാപ്പിൻ്റെ മാനേജർ സുജിഷേറിനോട് ബാക്കിയുള്ള വിശേഷങ്ങളെ ചോദിക്കാം. ചേട്ടാ, രാവിലെ എത്ര മണി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെയാണ് നമ്മുടെ സമയം. രാത്രി 8 മണി വരെ. അപ്പോൾ രാവിലെ എന്തൊക്കെ ഫുഡാണ്? രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ കപ്പയും പുട്ട്, അപ്പം, നമ്മൾ ഡിഷ് ഐറ്റംസ് എല്ലാം റെഡിയാവും. ഉച്ചയ്ക്ക് ഊണുണ്ടോ? ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഊണുണ്ട്. പിന്നെ വൈകുന്നേരം അപ്പം, പുട്ട്, കപ്പ, പൊറോട്ട. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം താറാവ് കറിയാണെന്ന് പറഞ്ഞാൽ കുട്ടനാടൻ താറാവ് കറിയാണ്. അപ്പൊ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി താറാവ് കറി മപ്പാസാണ്, വേറൊരു ലെവലാണെന്നുള്ള കാര്യം. പിന്നെ ഷെഫ് വന്നിട്ട് കുട്ടനാടുകാരൻ ഷെഫാണ്. അപ്പൊ അത് ആ കറിയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പച്ചക്കുരുമുളകിന്റെ അതേ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ ലൊക്കേഷനിൽ ഒരിടവും കിട്ടില്ല. നമ്മുടെ ഷാപ്പിന്റെ പ്രത്യേകതയാണ്. അതെ, നിങ്ങളുടെ ഷാപ്പിന്റെ പ്രത്യേകതയാണ്. കാരണം ഈ പല ഷാപ്പുകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ താറാവ് കറി ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് തന്നിട്ടില്ല.
അപ്പം വേറുള്ള ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മീൻ തലക്കറി അതാണ് വേറെ സ്പെഷ്യൽ. തലക്കറി സ്പെഷ്യൽ. പിന്നെ മീൻ ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മുടെ എല്ലാ ഐറ്റംസും. കക്ക, ചിപ്പി, ഞണ്ട്, കണവ, പിന്നെ ആവോലി, ചെമ്പല്ലി, വേളാപ്പാര, വിളമീൻ, പുന്നാരമീൻ, ഈ മീൻ ഐറ്റംസ് എല്ലാം നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പല സ്ഥലത്തും നമ്മൾ ഷാപ്പിൽ അന്വേഷിച്ച് പോകുന്ന സാധനമാണ് കക്ക ഇറച്ചി. ഒരിടത്തും ഇല്ല. ഒന്നുകിൽ ഞാൻ കഴിക്കാൻ പോകണം ആലപ്പുഴയ്ക്ക് പോകണം, പക്ഷെ ഇവിടെ വന്നപ്പോൾ സാധനം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഈ സാധനം? കുട്ടനാടിന്ന് നേരിട്ട് വരുത്തുന്ന സാധനമാണ്. അതെ, കുട്ടനാടിന്റെ ക്വാളിറ്റി ഉണ്ട്. സാധനം വളരെ വലിയ ക്വാണ്ടിറ്റിയാണ്, വലിയ വലിപ്പമുള്ള സാധനമാണ്. ചെറിയ വലിപ്പമുള്ള നമ്മൾ എടുക്കും. വലിപ്പമുള്ള സാധനം ഞങ്ങൾ എടുക്കുള്ളൂ. ഫാമിലി ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. 8ഓളം ഹെഡുണ്ട്. പിന്നെ വലിയ ഹാളുണ്ട്. 50-100 പേർക്ക് വരെ നമുക്ക് ഒരേ സമയം സർവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. നമുക്കിവിടെ ഇപ്പോഴും അവൈലബിൾ ആണ്. 100 പേർക്ക് ഒരേ സമയം 100 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മളിപ്പോൾ. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നമുക്കിവിടെ ഫുഡ് ഐറ്റംസ് എല്ലാ ഐറ്റംസും കാണും. പിന്നെ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഊണ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 4 മണി വരെ ഊണ് കാണും. ഇപ്പോൾ ഷാപ്പിൽ വരുന്നവർക്ക് ബാലരാമപുരം, വഴിമുക്ക്, അവണാകുഴി, നെല്ലിമൂട്, അതുപോലെ തന്നെ മാർത്താണ്ഡം, നാഗർകോവിൽ സൈഡിൽ നിന്നാണ് ഒരുപാട് കസ്റ്റമർ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇരിക്കുന്നത് കണ്ടത്. അവരൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നേരെ ബൈപ്പാസ് വന്നിട്ട് കാഞ്ഞിരംകുളം കയറി നേരെ നെല്ലിമൂടാണ് വരുന്നത്. കുട്ടനാടൻ ഫുഡ് കഴിക്കാൻ ഇനി ആലപ്പുഴയൊന്നും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോന്നോളൂ. ബാലരാമപുരം നെല്ലിമുട്ടിലെ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്നാണ് ഷാപ്പിൻ്റെ പേര് വരുന്നത്.